ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മോൾഡ് ഒന്നും യൂസ് ചെയ്യാതെ ക്രീമും പോലും ചേർക്കാതെ ചെയ്യാൻ പറ്റുന്നൊരു ചോക്കോ ബാറിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 കപ്പ് പാലാണ്. അതൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കണം വേണ്ടത്. ഇതിലേറെ കുറച്ചും കൂടി തിക്കായിട്ട് പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം കുറുക്കിയെടുക്കാൻ. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറച്ച് ടൈറ്റായിട്ട് കിട്ടും. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കാം. അങ്ങനെ ഹോളൊന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഇതിൽ നമുക്ക് സ്റ്റിക്ക് ഇറക്കി വെക്കാനായിട്ട്. ഞാനിവിടെ ഒരു 5 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് അകലത്തിൽ സ്റ്റിക്ക് ഇറക്കി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരു കത്തി വെച്ച് ഇതുപോലെ അങ്ങ് കുത്തി കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഇതുപോലെ അങ്ങനെ കുറച്ച് അകലത്തിൽ വെച്ച് കൊടുത്ത് വീണ്ടും നമുക്കൊരു 6 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത്. എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സ്റ്റീലിൻ്റെ ബൗളെടുത്താലും കുഴപ്പമില്ല. ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു ബൗളിൻ്റെ താഴെയായിട്ട് കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം തിളക്കുന്നതിനനുസരിച്ച് ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇനി കൂടുതൽ മെൽറ്റാവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ അളവിൽ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബദാം ആയാലും കുഴപ്പമില്ല. 1-2 ടീസ്പൂൺ അളവിൽ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് നമ്മളിതിങ്ങനെ കടിക്കുമ്പോൾ ഈ ഒരു നട്ട്സ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല, അതിന് വേണ്ടിയിട്ടാണ്. 6 മണിക്കൂർ ഫ്രീസറിൽ വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഐസാണ് കേട്ടോ. ഇതുപോലെ എങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു വട്ടത്തിൽ നല്ലൊരു ഷേപ്പിലായിട്ട് നമുക്ക് ഈ ഒരു ക്രീമൊന്നും ഇല്ലാത്ത ഈ ഒരു ഐസ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ മോൾഡൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നൊരു നല്ലൊരു ട്രിക്ക് തന്നെയാണ് കേട്ടോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മിൽക്ക് ഐസ് ഉണ്ടല്ലോ, ഈ ഐസ് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും മതി. ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ചൂടില്ലാതെ നോക്കണം. ചൂടാണെങ്കിൽ നമ്മൾ ആ ഒരു ഐസ് ഇങ്ങനെ മെൽറ്റായി പോകും. അപ്പോൾ നമുക്കിങ്ങനെ തേക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മോൾഡും ക്രീമും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ചോക്കോബാർ റെഡി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.